കാലവർഷക്കാലം അപകടങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും കാലം കൂടിയാണ്. എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് എപ്പോഴും ഓർത്തിരിക്കുക. കാരണം രോഗങ്ങൾ, മറ്റ് അപകട സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്കത് വിശദമായി വേഗത്തിൽ ഒന്ന് നോക്കാം. അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി അല്ലെങ്കിൽ അപകടകരമായ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്തോ കോർപ്പറേഷനോ തുടങ്ങിയ കാര്യങ്ങളെ പ്രത്യേകമായി അറിയിക്കുക. ആദ്യമായി നമ്മുടെ പഞ്ചായത്ത് മെമ്പറെയോ കൗൺസിലറെയോ കാര്യങ്ങൾ വിളിച്ച് അറിയിക്കുക എന്നത് പ്രധാനമാണ്. മറ്റുള്ള കാര്യങ്ങൾ പരസ്യ ബോർഡ്, ഇലക്ട്രിക് പോസ്റ്റ് തുടങ്ങിയവ വീഴാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാധുല്ലേ, അപകടകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അധികൃതരെ 1077 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 1077 എന്ന നമ്പറിൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാം. നമ്മൾ ഓഫീസിലേക്ക് വരുന്ന വഴി കൈതമുക്ക് എന്ന സ്ഥലത്ത് ഒരു കെട്ടിടം ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന സ്ഥിതിയിലാണ്. ഈ 1077 എന്ന നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ ബന്ധപ്പെടാമെന്നാണ് അറിയിച്ചത്. അപ്പോൾ നമ്മുടെ പലയിടത്തും ഇതേപോലെ കെട്ടിടങ്ങൾ, മരങ്ങൾ ഇതൊക്കെ അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെയും കാക്കണ്ട. അത് അവർ ചെയ്തോളും, ഇവർ ചെയ്തോളും എന്ന് കാക്കണ്ട. നമ്മൾ തന്നെ വിളിച്ചു പറയുക. 1077 വിളിച്ചാൽ ഉടനടി പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ വിളിച്ചിട്ടില്ല, പക്ഷെ വിളിക്കും, തിരക്കുണ്ടാവും. ഇനി ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് പഞ്ചായത്തും റവന്യൂ വകുപ്പുമാണ് ചെയ്യേണ്ടത്. ആ വിവരങ്ങൾ അധികൃതരെ വിളിച്ച് അറിയിക്കുക. സ്കൂളുകളടക്കമുള്ളവ അത്തരം ക്യാമ്പുകളാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. സ്കൂൾ തുറക്കാൻ പോവുകയാണെങ്കിലും വെള്ളക്കെട്ടിൽ വൈദ്യുതി ലൈൻ വീണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പോസ്റ്റ് വീണ് റോട്ടിലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പാടം ഒക്കെ വീടിന് പരിസരത്തൊക്കെ ഉള്ളവർ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. അതിരാവിലെ ജോലിക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് രാത്രി ഉണ്ടായി വെച്ച ദുരിതത്തിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ കാറ്റും മഴയും ഒക്കെ ശക്തമാണെങ്കിൽ നിർമ്മാണ ജോലികൾ പാടില്ല. നമുക്കറിയാം, വലിയ കെട്ടിടങ്ങളൊക്കെ പണിയാൻ സൈഡിൽ കെട്ടി നിർത്തിയിടത്തൊക്കെ പണിയുന്ന ആളുകളുണ്ടാവും, പെയിന്റിംഗ് ജോലികളുണ്ടാവും. അപ്പം അത്തരം ജോലികളൊക്കെ തൽക്കാലം റിസ്കുകൾ എടുത്ത് ചെയ്യാതിരിക്കുക എന്നത്. കടലിൽ പോകുന്നതിന് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച വരെ കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് മലയാളികൾക്ക് പരിചിതമാണ് കടൽ പെട്ടെന്ന് പിറകിലേക്ക് വലിയ പിന്നീട് തിരിച്ചു കയറുക. അപ്പോൾ അതുകൊണ്ട് അത്തരം തീരപ്രദേശങ്ങളിലേക്കുള്ള യാത്ര എല്ലാവരെയും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. അവധിക്കാലം തീരാൻ പോവുകയാണ്. അതുകൊണ്ട് കുട്ടികളെ എത്രയും വേഗം ഒന്ന് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ തൽക്കാലം ഈ സമയത്ത് ആഗ്രഹങ്ങൾ മാറ്റിവെക്കുക. ബീച്ച് ടൂറിസം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക തന്നെയാണ് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക. നമ്മുടെ ചെറിയ വീഴ്ചകളോ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന അമിത ആത്മവിശ്വാസമോ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നൽകുന്ന മുന്നറിയിപ്പ്.